എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖവും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ റോസയിലെല്ലാം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം എൻ്റെ റോസയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് പൂക്കളിട്ട് നിൽക്കുന്ന റോസകളൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം പൂക്കളെല്ലാം ഒന്ന് ഇതായി തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് ഇടയ്ക്ക് നിന്നൊക്കെ പുതിയ തളർപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി ആ പൂക്കൾ അവിടെ വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ചെടി മുരടിച്ച് പോകും കേട്ടോ. അതുകൊണ്ട് എത്രയും വേഗം ആ പൂക്കളെല്ലാം കട്ട് ചെയ്ത് വിടണം. അപ്പോൾ നമ്മൾ പൂക്കളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പ്രത്യേകിച്ച് റോസാ ചെടി, പ്രത്യേകിച്ച് നമ്മുടെ ഹൈബ്രിഡ് റോസകളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും കേട്ടോ. ഏത് റോസയാണെങ്കിലും അങ്ങനെ ഏത് ചെടിയാണെങ്കിലും അതുപോലെ കട്ട് ചെയ്ത് വിടണം. പ്രത്യേകിച്ച് നമ്മുടെ റോസയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകം മുരടിപ്പും മഞ്ഞയിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്ത് വിടുക. അപ്പം വേണ്ട നല്ല കൊലയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന റോസയാണ്, നല്ല മനോഹരമായിട്ടുള്ള റോസയാണ് ഇത് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ വെട്ടിക്കളയുവാണെങ്കിൽ പൂക്കളൊക്കെ ഒന്നായി കഴിഞ്ഞ് വെട്ടിക്കളയുകയാണെങ്കിൽ ഇഷ്ടം പോലെ പൂക്കൾ പിന്നെയും ഉണ്ടാവും. അപ്പം എൻ്റെ വെറൈറ്റി റോസകളിലൊക്കെ പൂവൊക്കെ ഇടാൻ തുടങ്ങി. അപ്പം കുഞ്ഞു സ്റ്റെമ്മിലാണെങ്കിൽ പോലും കുഞ്ഞു കമ്പിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് മൊട്ടുകളൊക്കെ വരുന്നുണ്ട്. ചെറിയ റോസയാണെങ്കിൽ പോലും ഇത് നല്ലൊരു റോസയാണ്. ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന റോസയാണ് കേട്ടോ. ഇത് അധികം നാളായില്ല കൊണ്ടുവച്ചിട്ട്. ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പം എന്നാലും ഒന്നും ശരിയായിട്ട് വരുന്നതേ ഉള്ളത് കേട്ടോ. അപ്പം ആദ്യം ഇതിൻ്റെ മൊട്ടുകൾ വിരിയുന്ന ഒരു പിങ്ക് കളറിലായിരിക്കും. പിന്നീട് ഇത് വൈറ്റ് കളറിലുള്ള റോസാപ്പൂവായിട്ട് മാറി. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പേരൊക്കെ അറിയാവുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. റോസയുടെ പേരൊന്നും എനിക്കറിയില്ല. പേരൊന്നും അറിയാൻ മേലാതെയാണ് ഞാൻ കൊണ്ടുവെക്കുന്നത്. റോസയോടുള്ള ഇഷ്ടവും താല്പര്യവും കൊണ്ടും വെറൈറ്റി റോസകൾ കൊണ്ടുവെക്കുക. അവിടെ നിന്ന് അവർ പേരൊക്കെ പറയും. പിന്നെ വീട്ടിൽ വരുമ്പോൾ അതങ്ങ് മറന്നു പോകും കേട്ടോ. ഇതിൻ്റെ പേരും എന്താണെന്ന് അറിയുന്നവരുണ്ട് കമൻറ്റ് ചെയ്യണം. ഈ റോസയുടെ പേര് കേട്ടോ. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ പേരുകളുണ്ട് കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് നിർത്തുക. കുറേ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് കാൽസ്യത്തിൻ്റെ ഒരു ടാബ്ലറ്റാണ്. അത് നമുക്ക് എന്ന പോലെ തന്നെ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലെ പഴയ ഗുളികകളൊക്കെ കാണും ഇതുപോലെ ഉപയോഗിക്കാതെ ഇരിക്കുന്നത്, നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി. അപ്പോൾ ഞാനിത് കുറേ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഞാൻ നിർത്തിയതാണ് കാൽസ്യത്തിൻ്റെ ഗുളിക. ഇപ്പം കുറച്ച് കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ചെടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും ഒക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ചെടികൾക്ക് അതാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 3 ക്യാപ്സൂൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കേട്ടോ. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് വെള്ളത്തിലേക്ക് ഒന്ന് ആക്കിയിടണം. അപ്പോൾ ഇത് ഒന്ന് പൊടിച്ചെടുത്താലും ഒന്ന് അലിഞ്ഞ് വരാൻ ഇച്ചിരി താമസം വരും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. നമ്മുടെ വളമൊക്കെ ചെയ്ത് കൊടുത്തവരിൽ ഒരുപാട് പേർക്ക് റിസൾട്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യൂ. എന്നെയല്ല, എൻ്റെ ആ ഒരു വീഡിയോസിനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ ഇതൊന്ന് കലക്കി വെക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴകിയ ഗുളികകളൊക്കെ കാണും കാൽസ്യത്തിൻ്റെ. അപ്പോൾ നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന മഞ്ഞളിപ്പ്, മുരടിപ്പ്, ഈ മഞ്ഞ ഇലകളുണ്ടായിട്ട് നമ്മുടെ റോസ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനതൊന്ന് കലക്കി കുറച്ച് നേരം വെച്ചതിന് ശേഷം എല്ലാം ഒന്ന് അതിനകത്തോട്ടൊന്ന് അലിഞ്ഞ് ചേർന്നതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് മൊത്തം 1 ലിറ്റർ വെള്ളമാണ് അതിനകത്തേക്ക് ഒഴിക്കേണ്ടത്. കറക്റ്റ് 1 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ മതി. അത് കൂടുകയോ കുറയുകയോ ഒന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഏത് ചെടികൾക്കാണോ റോസ ചെടികൾക്കെല്ലാം ഇലയൊക്കെ പൊഴിഞ്ഞ ഇടമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കമ്പൊക്കെ നമ്മളെ ഉണങ്ങി നിൽക്കുന്ന കമ്പൊക്കെ, കറുത്ത കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ആഴ്ചയിൽ ഒരു 3 തവണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരുപാട് മഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പം ഞാൻ എൻ്റെ റോസയ്ക്കൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 15 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചെടികളിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും മഞ്ഞ ഇലകളൊന്നും ഇല്ലാതെ നല്ലപോലെ പൂക്കളും അതുപോലെ തന്നെ പുതിയ തളിർപ്പുകളും ഒക്കെ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണിത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ റോസയെല്ലാം നമ്മളൊന്ന് മൊത്തം പ്രൂൺ ചെയ്ത് വിടാൻ പോവുകയാണ്. കുറച്ചെല്ലാം പ്രൂൺ ചെയ്ത് വിട്ടു. അപ്പം ഇനി പുതിയ തളർപ്പുകളും അതിൽ പുതിയ പൂക്കളും ഉണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.